ഇത് ഫിലിപ്പ് ചാമക്കാല. ഇപ്പം സുഹൃത്തുക്കളെ ഞങ്ങൾ പോവുകയാണ്. അമ്മച്ചിനെ കണ്ടോ? അമ്മച്ചിനെ നോക്കാത്ത പാവം. ഈ ബസ്സിലൊന്നും ആളില്ലല്ലോ. കൊച്ചു ഓണം കണ്ടിട്ട് പേടിയാവുന്നു. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അലാറം അടിച്ചു. യെസ്. പല്ല് തേക്കുക, പല്ല് തേച്ച് ഡ്രസ്സ് മാറാൻ അന്നേരത്തും ചോറ് പോകും, അന്നേരത്തും വാങ്ങിട്ട് പോവാം, ഭക്ഷണം കഴിച്ച് പോവാം. അല്ല ഇപ്പൊ 8:15 പോയാലും 10 മണിയാകുമ്പോഴത്തേക്ക് എത്താം, സുഖമായിട്ട് എത്താം. 2 മണിക്കൂറുണ്ട്. 10 മണിക്കല്ലേ കൃത്യം ഓഫീസ് തുറക്കുള്ളൂ. സുഖമായിട്ട് പോകും. തെറ്റുമാനൂർ ചെന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട്, അല്ല ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ബസ് ഇഷ്ടം പോലെ ഉണ്ട്. പോവാൻ മടിയാ. എന്നാ പുച്ഛം. ആഴക്കടലിന്റെ അങ്ങേക്കരയിലായി നാനേട്ടിൽ. അപ്പം ഞങ്ങൾ രാവിലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തരാം. വിറകൊക്കെ കുത്തിച്ചാരിയൊക്കെ വെച്ചിരിക്കുകയാണ്, എല്ലാം നനഞ്ഞു പോയിന്നേ. എന്താണേലും കഞ്ഞി വയ്ക്കാൻ വിറക് വേണ്ട, അപ്പോൾ ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. ഉണങ്ങിയ വിറകൊക്കെ എടുത്ത് അടപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചോറ് നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. കൈ പതുക്കെ ഒന്ന് പൊളിച്ചാലോ. ഇല്ല, ചോറ് ഇച്ചിരിയോടെ വേവുണ്ട്, ഉടഞ്ഞിട്ടില്ല അങ്ങോട്ട്. ഇങ്ങനെ തിളച്ചാൽ മതി, ചോറ് പെട്ടെന്ന് വെന്തോളും. അതെങ്ങനെയാണ് ചോറൊന്ന് വേവാനായിട്ട് തീ ഒന്ന് കൂട്ടി നല്ല രീതിയിൽ കത്തിന്ന് വെച്ചാൽ അപ്പം തന്നെ ചോറ് വേറി. എനിക്ക് ഇത്രയും തീയുടെ ആവശ്യമില്ലാന്ന് പറഞ്ഞ് കുറച്ച് വെള്ളം കോരിയ തീയുടെ മണ്ടയിലേക്ക് ചോറ് തന്നെ ഒഴിക്കും. ഞാൻ പതുക്കെ തീ കിടന്നിട്ട് അങ്ങ് വെന്തോളാന്ന് ചില മനുഷ്യർ പറയും പോലെ. ഞാൻ എല്ലാം നല്ല കാര്യമൊന്നും പെട്ടെന്നൊന്നും ചെയ്ത് തീർക്കില്ല. ആ പതുക്കെയൊക്കെ ആ പണിയൊക്കെ ചെയ്തോളാം. ഇച്ചിരി കഷ്ടപ്പാടല്ലേ ഉള്ളൂ, പയ്യെ തിന്നാ പനയും തിന്നാന്നും പറയും. ആ രീതിയിലാണ് ഇപ്പം ചോറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പതുക്കെ വെന്തോളാം, എനിക്ക് കൂടുതൽ തീയുടെ ആവശ്യമില്ല. ആവശ്യമുള്ള തീ ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങളായിട്ട് കൂടുതൽ കത്തിച്ചാൽ ഞാൻ അപ്പം തന്നെ വെള്ളം ഒഴിച്ചങ്ങ് കിടത്തി കളയുന്നു. എന്തരപ്പ ഒത്തിരി നേരം തീയിൽ കിടന്ന് വേവണ്ടല്ലോ, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കിടന്ന് വേവണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ തീ കൂടുതലായിട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ എന്താ വേണം, ചോറ് വരെ ഇങ്ങനെ പെരുമാറണം. പിന്നെ മനുഷ്യന്മാരുടെ കാര്യം എന്തോ പറയാനുണ്ടല്ലോ. പിന്നെ അടുത്ത വിശേഷം കാണിച്ചു തരാം. അടുത്ത വിശേഷം അത് ഇളക്കണം ചേട്ടാ. അടുത്ത വിശേഷം, ചേട്ടൻ എനിക്ക് ഒരു കഷണം മീൻ വറുത്ത് തന്നിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം. കാരണം ഇവിടെ മീൻകറി ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇച്ചിരി ഇതെന്താ ചെറുപയർ തോരൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മുളകൊക്കെ ഇടിച്ചിട്ട് തേങ്ങയൊക്കെ ഇട്ട് ചെറുപയർ തോരൻ വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് കറി തീർന്നു കഥം. പിന്നെ മീൻകറിയും ചക്കപ്പുഴുങ്ങിയും മീൻകറി ഇരിക്കുന്നുണ്ട്. ചേട്ടനാണെങ്കിൽ ഇന്നലെ വൈകുന്നേരം നമ്മൾ ചക്ക പുഴുങ്ങി, അതിൻ്റെ ബാക്കി ഇരിക്കുന്ന ചൂടാക്കി എടുക്കുകയാണ്. ചേട്ടൻ എപ്പോഴും ഇങ്ങനെ മോളി പിടിച്ചോണ്ട് നിൽക്കും, കഷവും കാണിച്ചോണ്ട്. ചേട്ടന് നാണം വന്നു. പിന്നെ അടുത്തത് പവർ ബാങ്ക് കുത്തിയിട്ടേക്കുക, അത് 100 ആയിട്ടുണ്ട്. മറ്റേ ബാഗും കൊണ്ട് പോയാലോ ചേട്ടാ, അതാകുമ്പോൾ പുറത്തിട്ടുണ്ട് പോവാം. പിന്നെ ഇവിടെ ഒരാളെ ബെഡ്ഷീറ്റ് ചുരുട്ടിക്കൂട്ടി ഒരു സൈഡിൽ ഇട്ടേക്കണം, പില്ലോ കവർ ചുരുട്ടിക്കൂട്ടി വേറൊരു സൈഡിൽ ഇട്ടേക്കണം. എന്നിട്ടത് പുതപ്പെടുത്തിട്ട് മുഖവും പൊത്തി കട്ടിൽ ഇങ്ങനെ കിടക്കണമെങ്കിൽ അവ കിടക്കുന്നത് എങ്ങനെ. ഇതേത് ആസനമാണ്? ഇന്നലെ യോഗ ദിനമായിരുന്നു. ഇതേത് ആസനമാണെന്ന് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതേത് ആസനമാണ് ആൻസൂട്ടാ? ആ മുഖം ഒന്ന് കാണിച്ചു തരുമോ ആൻസൂട്ടാ?
ആൻസ് കുട്ടാ, ആ മുന്തായം ഒന്ന് കാണിച്ചു തരുമോ? ആ മുന്തായം ആൻസ് കൂട്ടോ. കാലോ കാലോ ഇങ്ങോട്ട് നോക്ക. കാലോ ഇങ്ങോട്ട് നോക്കടാ. ഗുഡ് മോർണിംഗ് പറഞ്ഞാടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരിക്കും പറയടാ. ഗുഡ് മോർണിംഗ്. എടാ കണ്ണും തുറന്ന് പറയടാ. എടാ കണ്ണ് തുറക്കടാ. ഗുഡ് മോർണിംഗ്. എടാ ഇവിടെ നോക്കടാ. എടാ ഇവിടെ നോക്കടാ. ഇനി പറ. ഗുഡ് മോർണിംഗ്. എന്നാ ഇനി എണീറ്റ് പോരെ. എടാ വാടാ, ഞാൻ പോവാടാ. എനിക്ക് ആ സമയമായി. ഞാൻ പോയിട്ട് വൈകിട്ടത്തേക്ക് വരാം. ഈ ബാഗ് എടുത്തോണ്ട് പോയാലോ എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഈ പിന്നെ പുറത്തിട്ടോണ്ട് പോവാം. വായിക്കാനൊരു കൂട്ടം കാര്യം വെച്ചതാ. ഇതാണ് വലിയ പാടും പുറത്തൊക്കെ ഇട്ടുണ്ടെങ്കിൽ തളിരാടും കാറ്റിൻ ഇതാണ്. ദാറ്റ് ഇസ് ബൈക്ക്. അതിനകത്തേക്ക് പവർ ബാങ്ക് എടുത്ത് വെക്കണം. പിന്നെ പേന എടുത്ത് വെക്കണം. റെഡ് ഇങ്കിൻ്റെ പേന ഉണ്ടോ നോക്കട്ടെ. വാല്യൂ റെഡ് ഇങ്ക് ഉപയോഗിക്കേണ്ടി വരും. 2 എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇതാ ചേട്ടാ എൻ്റെ റെഡ് ഇങ്കിൻ്റെ പേനയൊക്കെ എന്തിയാടാ വച്ചേ? പേനയൊക്കെ എടുത്തതേ അതേപടി തന്നെ കുത്തി വച്ചിരിക്കുന്നു. ഇവിടെ ഇരുന്ന റെഡിങ്കൊക്കെ എന്തിയാടാ? നീ എടുക്കൂലല്ലോ. ഇത് പുതിയതാണോടാ നിന്റെയാ? പിന്നെ ഞാൻ വാങ്ങിച്ചാണോ? ഓ നല്ല പേനയാണല്ലോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. എടാ വെഡിങ് ഒന്നും ഇല്ലടാ വച്ചേ. എന്തോ ഇതൊക്കെ മതി. 2 കയ്യിലിരിപ്പുണ്ട്. ആളുകൾ ഓർക്കും ഞാൻ എങ്ങോട്ട് പോവാന്നിത്ര. ഇതുവരെ ഇടാത്തൊരു വീഡിയോ, ആരും കാണാത്തൊരു വീഡിയോ, ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 4 ലൈറ്റുണ്ട്. ഒന്ന് ഇത്, ഒന്നത്, പിന്നെ ഒന്നത് അതിട്ട് കഴിഞ്ഞാൽ ആ 3 തെളിഞ്ഞാൽ നമുക്ക് എന്തായാലും ഉപകാരമുള്ളൂ. ഇത് ഈ ബാഗ് കൊണ്ടുപോകണില്ല. ആ ബാഗ് കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. നമുക്ക് അതിനകത്തുനിന്ന് സാധനങ്ങൾ വെളിയിലെടുക്കാം. സാധനം കയ്യിലുണ്ടോ? എൻ്റെ ഇൻസ്ട്രുമെൻ്റ് ബോക്സാണ് കേട്ടോ ഇത്. ഇതിലിങ്ങനെ പിടിച്ച് ഞെക്കിയാൽ മതി, ഇത് തുറന്നു വരും. എടാ എനിക്കൊരു പേപ്പർ കൊണ്ടു തരാവോടാ? ഈ ടേബിളില്ലാത്ത ഒന്നുമില്ല. എടാ അവിടുന്നേ ആ മെഫ്താളിൻ്റെ ഗുളിക എടുത്ത് തരാവോ? തലവേദന വന്നാലേ ഒരു ആ മെഫ്താളിൻ്റെ പാക്കറ്റ് ഇതാ കൊണ്ടുപോകാനാ. അവിടെക്കാർ വെച്ച് തലവേദന വന്നാലേ, അവിടെ ആശുപത്രി ഒന്നുമില്ല പോവാൻ. ഇത് നിറച്ചും പേനയാ. പേനയ്ക്കൊന്നും ഒരു പഞ്ഞവും വരരുത്, അതിന് വേണ്ടിയിട്ട്.
പിന്നെ പേന ഏ പേന അതെന്നതാ അത്? പേന ഇവിടെ എഴുത്. ഇവിടെ ഇവിടെ ഇവിടെ. ഇത് ആദ്യം എഴുതണ പേനയല്ല. അമ്മ അതവിടെ ഇരുന്നോട്ടെ, ഇപ്പം എഴുതണ്ടാവുന്നു കേട്ടോ. അതവിടെ ഇരുന്നോട്ടെ. എടാ അവിടെ ഇരുന്നോട്ടെടാ. ഇത് ബോഡി എഴുതണ്ടേ ടീച്ചേഴ്സിന്? ആ അത് ഇങ്ങനെ മാക്കിയില്ലേ? ഫസ്റ്റ് ആ ചെറുക്കൻ എൻ്റെ ഇതിനകത്ത് അവിടെ മാക്കുക. ആ ഇത്ര കഷ്ടപ്പെടണ എണ്ണത്തിന് അത് അവിടെ വെച്ചേരെ. വീടാ റിങ്കൊരിക്കട്ടെ. എടാ മാറ്, ഞാനൊന്ന് വെക്കട്ടെ. ഇതൊന്ന് പൊക്കിക്കേ. കാണിച്ച് ഇപ്പൊ തരാം. കോട ഇതേ പിടിച്ചേ. എടാ തുറന്നു തരാമോ? ഇതിനകത്ത് ഇതിനകത്തുനിന്ന് പേഴ്സൊക്കെ എടുക്കട്ടെ. അപ്പം ഞാൻ എല്ലാം എടുത്ത് വെച്ചു കേട്ടോ. ഇനി ഏതെങ്കിലും ഒരു ചുരിദാർ എടുക്കുക, പോവുക പോവുക വരിക പോവുക വരിക. കേട്ടോ ചേട്ടാ? കേട്ടോ കേട്ടോ ചേട്ടാ? കേട്ടോ? ഇത് ഫിലിപ്പ് ചാമക്കാര. അവരൊക്കെ എന്നെ ഇങ്ങനെ ഞാൻ എന്താണ് ഈ കാണിക്കുന്നത്, ഞാൻ എന്താണ് പറയുന്നത് എന്ന്. ഇതെന്നെ അവിടെ പരിപാടി? എന്നാ അവിടെ എഴുതാനുള്ള? ഓ ഇത് ഗെയിം കളിക്കുന്നതാണോ? വല്ല അക്ഷരം വായിച്ചു പഠിക്കടാർക്കാ. അവനിങ്ങനെ അനന്തപത്മനാഭൻ കിടക്കും പോലെ കിടന്നോണ്ട് അവിടെ കിടപ്പ് നോക്കിക്കേ. പിന്നെ ഈ 1 മിനിറ്റ് കിച്ചണിലൊക്കെ നമ്മൾ വീഡിയോ എടുക്കണ ഈ വെളുപ്പാങ്കാലത്തൊക്കെയാണ്. അപ്പോൾ ഞാനുണ്ടല്ലോ ഇതിന് തീറ്റ കൊടുക്കാൻ പോവാ. വിളിക്കണ കാര്യം പറഞ്ഞുതരാം. പിന്നെ എടുത്തില്ല. ഇല്ല, ചക്ക ഇത് മടൽ കൊടുത്ത് ഇത് മരുന്ന് കൊടുക്കുക. അത് 2 ദിവസം കഴിഞ്ഞ് പാല് കൊടുത്താൽ മരുന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 1 മിനിറ്റ് കിച്ചണൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സമയത്ത് ഈ വെളുപ്പിനെയൊക്കെയാണ് നമ്മളെ ഈ രാവിലെയാണ് ഈ 1 മിനിറ്റ് കിച്ചണൊക്കെ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് അമ്മച്ചീനെ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. കാരണം അമ്മച്ചി ഈ സമയത്ത് എഴുന്നേറ്റിട്ടുണ്ടാവില്ല. അമ്മച്ചി ഇവിടെ ഉണ്ട്. അമ്മച്ചിക്ക് വേറെ എങ്ങും പോകാനിടമൊന്നുമില്ല. ചക്ക റെഡിയായി, മീൻ റെഡിയായി, പയർ എല്ലാം റെഡിയായി. ഞാൻ എന്തുവാ അത് സ്പീഡിലങ്ങ് പറഞ്ഞിട്ട് എങ്ങോട്ടേ പോണേ? ചക്ക റെഡിയായി, മീൻ ശരിയായി, പയർ ശരിയായി. ഇനി ഞാൻ പുറത്തേക്ക് പോവാണ്. ആ എപ്പോ വരും? ഞാൻ ഇവിടെയുണ്ട്, പുറത്ത് ഗ്രൗണ്ടിൽ തന്നെയുണ്ട്. ആ ഒന്ന് നോക്കിയിട്ട് വെക്കോ. ചിലപ്പോ വെന്ത് കാണുമായിരിക്കും. ഇത്ര നേരമായില്ലേ? എന്താ എൻ്റെ കണക്കിന് വെന്തു. എനിക്ക് ഇച്ചിരി കഞ്ഞിയായിട്ട് കൊടുത്താ. ഞാൻ ഇച്ചിരി കഞ്ഞിയും പാലും കുടിച്ചിട്ട് പൊക്കോളാം. അയ്യോ തളിയാടും കാറ്റും. ഇവിടെ ചിരട്ടത്തവിയാണ്. ചിരട്ടത്തവി കണ്ടോ? പറഞ്ഞു വന്നാന്ന് വെച്ചാല് ആ സമയത്ത് അമ്മച്ചി എഴുന്നേറ്റിട്ടുണ്ടാവില്ല. ഇപ്പം അമ്മച്ചി എഴുന്നേറ്റിട്ടില്ല. ഈ വെളുപ്പിനെ തന്നെ അമ്മച്ചി എഴുന്നേറ്റിട്ട് എന്താ കാണിക്കുകയാണ്? അമ്മച്ചി വാതിൽ കളിച്ച് കിടക്കുകയാണ്. കുറ്റിയിടില്ല കേട്ടോ. അതാണ് അമ്മച്ചിയെ പലരും ആ സമയത്ത് കാണാത്തത്. അങ്ങനെ ചോറ് വെന്തെന്ന്. ചോറ് വെന്താൽ ആൻസേ. അപ്പോൾ അമ്മച്ചി ഈ സമയത്ത് എഴുന്നേക്കില്ലാത്തത് കൊണ്ടാണ് ആരും അമ്മച്ചിയെ കാണാത്തത്. മനസ്സിലായോ? മനസ്സിലെ കഞ്ഞിയും പയറും കൂടെ കോരി കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അതാകുമ്പോൾ വയറും കേടാവില്ല. നല്ലൊരു എനർജി ഡ്രിങ്കാണ്. അപ്പം ഇത്രയും കഞ്ഞി എനിക്കും ആൻസൂട്ടനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ.
മാറി ഇത് അപ്പുറം ഇപ്പുറം പിടിച്ച അവൻ്റെ കയ്യിൽ പാത്രമാണ്, ഒരു പാത്രമായിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് ചേട്ടനുണ്ടാക്കി വെച്ച ചായ ഇതുവരെ കുടിച്ചു തീർന്നു. ഇനി ഇതിനകത്തേക്ക് ഒരു ഇച്ചിരി ചോറ് കോരി എടുക്കട്ടെ. ഓ ഇപ്പം കാല് കുത്തി പോയതിനൊരു ഒറ്റ കുത്തി ഇങ്ങനെ. ഇതിനിപ്പോൾ ചോറാണ്. ചോറ് എനിക്ക് ഇച്ചിരി കൊണ്ടുപോകാനും പിന്നെ ആ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി കൊടുക്കാനും. ആയി. ഇതിനിപ്പോൾ എടുക്കണതൊരു ചടങ്ങ്. ഇതൊന്നും എടുക്കാവോ? എന്നിട്ട് ചോറ് വാർക്കണം. അപ്പം ചോറ് വാർക്കാനായിട്ട് പിടിക്കണ ഇതൊന്നും ഇവിടെ ഇല്ല, ഇലയൊന്നും ഇവിടെ ഇല്ല. ബ്രഷ് എനിക്ക് ചേട്ടൻ തന്നതാ, ഇങ്ങനെ ചാരവും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തൂത്ത് ചാടിക്കാൻ വേണ്ടിയിട്ടാണ്. വേഗം ചോറ് വാർക്കട്ടെ. ഇതാ ചോറൊക്കെ വാർത്തിട്ടുണ്ട്. കുടിക്കാനുള്ള കഞ്ഞിവെള്ളം, ആടിന് കുടിക്കാനുള്ള കഞ്ഞിവെള്ളമാക്കി ചേട്ടൻ മാറ്റിയിട്ടുണ്ട്. ആൻസ കഞ്ഞി കോരി കുടിക്കാനായിട്ട് എടുത്തുകൊണ്ട് പോയി. ബാക്കി കഞ്ഞി ഇവിടെ വെച്ചിട്ടുണ്ട്, അതെടുത്ത് ഞാനും കുടിക്കാം. അപ്പം ഞാൻ പോയി റെഡി ആയിട്ട് വരാം. ഞാൻ ഇച്ചിരി കഞ്ഞി കുടിക്കാൻ പോവുകയാണ്. കഞ്ഞിയും പയറും മിക്സഡ്, ഏറ്റവും ഹെൽത്തി ആയ ഫുഡാണ്. എൻ്റെ കാലിൽ ഇച്ചിരി എണ്ണ വെച്ചണം, അല്ലെങ്കിൽ മുരിഞ്ഞു കുത്തും. ക്യൂട്ടക്സ് ഒന്നും ഇല്ല കാലിൽ, കണ്ടോ? ഉപ്പൂറ്റിയുടെ മണ്ടക്കിട മൈലാഞ്ചി ഇടുമായിരുന്നു. ചേട്ടനാണ് ഇതൊക്കെ ചെയ്ത് തന്നെ ദിവസവും. ആ ഒരു നഖം കണ്ടോ? ഓഫ് ചെയ്യാൻ പറഞ്ഞെന്ന് പറഞ്ഞ അടുത്ത കമന്റ് വരും, ഇതൊക്കെ കാണിക്കുക വീഡിയോയിൽ എന്നൊക്കെ പറയും. ചേട്ടൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? പിന്നെ അങ്ങനെയൊക്കെ പറയണേ, അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ? നല്ലതാണോ ചേട്ടാ? ബ്യൂട്ടിഫുൾ ആയോ? അയ്യാ ഷൂ ആണ്, ഷൂ. കഴിക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ചോറെടുക്കട്ടെ. കുറച്ച് ചോറ് മതി, ഞാൻ ഇത്രയും ചോറേ കഴിക്കുള്ളൂ. പയറ് കൂടുതലിരുന്നാലും കുഴപ്പമില്ല, പ്രോട്ടീനാണ്. പിന്നെ ചേട്ടൻ എനിക്ക് പൊരിച്ച് തന്ന ഒരു മീനും ഉണ്ട്. ചാറുകറിയോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് ചാറുകറി എടുക്കുന്നില്ല. അടയ്ക്കട്ടെ. നീ എന്നാടാ പോണില്ലേടാ? നീ പോണില്ലേ? ഞാൻ ഇവിടെ ഒരു പച്ചക്കൂട് വെച്ചായിരുന്നു ചോറ് കൊണ്ടുപോകാൻ, ആ കൂട് കാണാനില്ല. മുട്ടപ്പഴം അവിടെ ഇരിക്കട്ടെ, എനിക്ക് ആ കൂട് ആവശ്യമുണ്ട്. കുപ്പി മീൻസ് വാട്ടർ ബോട്ടിൽ. ഇപ്പം സുഹൃത്തുക്കളെ ഞങ്ങൾ പോവുകയാണ്. അമ്മച്ചിനെ കണ്ടോ? അമ്മച്ചിനെ നോക്കാത്ത ഞാൻ പോട്ടെ, എന്നോട് പോയിട്ട് പറയാത്ത ഞാൻ പോട്ടെ, എന്നെ മൈൻഡ് പോലും ചെയ്യുന്നു. ആണ്ടേ മങ്ങിപ്പോയി. എന്നാ
ഇവിടുത്തെ പോണ ഞാൻ കാണിച്ചു തരാം. ഈ ബാഗ് വേണം, ഈ ബാഗ് വേണം. ആ അതാ പുറത്തൊക്കെ ഇട്ടോണ്ട് പോകാൻ പറ്റിയ ബാഗ്. എന്തിനാ വണ്ടിക്കൂലിക്ക് പൈസ തന്നെ കേട്ടോ. 500 ചേട്ടൊന്നും തരരുത് കേട്ടോ. ഇത് എത്രയാ ചേട്ടാ? 400. അത് 100 രൂപ ഇപ്പൊ കൊടുക്കാം. ആ അത് മാത്രല്ല ചില്ലറ ഉണ്ടോ ചേട്ടാ? 13 രൂപ. വണ്ടിക്കൂലി കൂടിയെന്ന് പറയാൻ പാടില്ലോ. വണ്ടിക്കൂലി അങ്ങനെ കൂടുവോ? ഇങ്ങനെയൊക്കെ കൂടാ. ആൻസൂട്ടം പോണണ്ട പാവം. ഈ ബസ്സിലൊന്നും ആളില്ലല്ലോ. കൊച്ചു പോണണ്ടിട്ട് പേടിയാവുന്നു. അങ്ങനെ ആൻസൂട്ടം പോയി, ആൻസൂട്ടം പോയി, ആൻസൂട്ടം പോയി, ആൻസൂട്ടം പോയി. അപ്പോൾ ഇനി രാത്രി യാത്രയില്ല, ഞാൻ പോയിട്ട് വരാം. രാത്രിയല്ല രാവിലെയാ. മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. മഴ പെയ്താൽ ഭയങ്കര വൃത്തികേടായി പോവും. അപ്പം ഞാൻ പോയി പേപ്പറൊക്കെ നോക്കി കുറേ പിള്ളേരെയൊക്കെ ജയിപ്പിച്ചിട്ട് വരാം. ഞാൻ പോകുന്നത് ഏറ്റുമാനൂർ കാണക്കാരിയാണ് കേട്ടോ. 2-3 ദിവസത്തേക്ക് കാണും അവിടെ. മലയാളം ഹിന്ദി ഒത്തിരി പേപ്പറൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് തീരുമായിരിക്കും. അതിനകത്ത് ലിസ്റ്റിൽ കൊടുത്ത എല്ലാ ടീച്ചർമാരും കൂടെ വരുവാണെങ്കിൽ പെട്ടെന്ന് തീർന്നേനെ. എല്ലാവരും വിറ്റ വരില്ല, ചിലർ എറണാകുളത്തേക്കൊക്കെ പോകുമല്ലോ. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. KSRTC സ്റ്റാൻഡിൽ എന്നെ കൊണ്ടുവിടും. അവിടെ നിന്ന് ഞാൻ കയറി പോകും. പ്രിയദർശിനിയിലൊന്നും അല്ല കേട്ടോ പോണേ. ഏതെങ്കിലും ഫാസ്റ്റ് പാസഞ്ചറിലോ ലിമിറ്റഡ് സ്റ്റോപ്പിലൊക്കെ ആയിരിക്കും കയറി പോകാൻ പോകുന്നത്. എത്ര രൂപയാ വണ്ടിക്കൂലി എന്നുള്ള കാര്യം മറന്നുപോയി. 64 ആണോ 68 ആണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും ചില്ലറയായിട്ടൊന്നും വലിയ കാര്യമായിട്ടില്ല. അതുകൊണ്ട് ഒരു തവണ ചില്ലറ കൊടുത്തിട്ട് ഈ KSRTCക്കാർ ചില്ലറ കൊടുത്താൽ തിരിച്ചു തരില്ല ചേട്ടാ. നമ്മൾ ചോദിച്ചാൽ മാത്രമേ തിരിച്ചു തരത്തുള്ളൂ. ഇല്ലാന്നും പറഞ്ഞങ്ങ് പോയാൽ പിന്നെ അവർ തരത്തില്ല. അതിലൊക്കെ ഭേദം പ്രൈവറ്റ് ബസ്. അവർ ചില്ലറ ചോദിച്ചാൽ ബാക്കി തരും. ബാക്കി തരാണ്ടെങ്കിൽ തരും. ഇവര് ബാക്കി തരത്തില്ല ചേട്ടാ. ഓർമ്മയില്ലാത്തോണ്ടാണോന്ന് അറിയത്തില്ല. ടിക്കറ്റിന്റെ ബാക്കിൽ എഴുതി വെക്കാൻ പറഞ്ഞാൽ മതി. അപ്പൊ ഇറങ്ങുമ്പോ ടിക്കറ്റ് കാണിച്ചു കൊടുത്ത പൈസ തരുമല്ലോ. നേരത്തെ അങ്ങനെയായിരുന്നല്ലോ. ഇപ്പൊ അങ്ങനെയൊന്നും എഴുതി തരാറുന്നില്ല. ഞെക്കുന്നു തരുന്നു. അവരുടെ പേന ഇങ്ങനെയൊന്നുമില്ല. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ടാറ്റാ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിനു മുമ്പായിട്ടൊരു കാര്യമല്ല, ഒരുപാട് പേര് നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇഷ്ടം ഉണ്ടായിട്ട് വീഡിയോ കാണുന്നവരുണ്ട്. എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് കാണിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി മാത്രമായിട്ട് വീഡിയോ കാണുന്ന ചിലർ ആൾക്കാരുണ്ട്. പിന്നെ ചിലർ നമ്മുടെ വീഡിയോ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ടെന്നൊക്കെ കേട്ടു. പിന്നെ അത് നല്ല കാര്യത്തിനാണെങ്കിൽ ചീത്ത കാര്യത്തിനാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതാട്ടോ. ഷെയർ ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ വീഡിയോ അവരും കൂടെ ഇരുന്ന് കാണുമല്ലേ. അവളങ്ങനെയൊക്കെ പറഞ്ഞു, അവൾ അങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യം കാണിക്കുന്നത് നിങ്ങൾക്കത് ദോഷമാണ്, നിങ്ങൾക്കത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷെയർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. വാട്സപ്പിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക എന്നൊക്കെ അറിഞ്ഞു. അപ്പം അങ്ങനെ ഷെയർ ചെയ്യണത് നല്ല കാര്യമാണ്. അങ്ങനെ ഷെയർ ചെയ്യാൻ ആളുണ്ടെങ്കിൽ ഞാൻ ഇനിയും അതുപോലത്തെ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്ക് ഡിസൈനിങ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.